കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കോളയാട് പഞ്ചായത്തിലെ ആദിവാസി മേഖലയായ പെരുവ ഗ്രാമത്തിലെ ജനങ്ങൾ PM സുരക്ഷാ ബീമാ യോജനയിൽ അംഗമാകാൻ ഇപ്പോൾ വലിയ താൽപര്യമാണ് കാണിക്കുന്നത്. പ്രദേശത്തെ ബാബു എന്നയാളുടെ അപകട മരണമാണ് ജനങ്ങളെ ഇത്തരത്തിൽ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ മലയോര വനപ്രദേശമാണ് കോളയാട് പഞ്ചായത്തിലെ പെരുവ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി താമസിക്കുന്ന പെരുവയിൽ വർഷങ്ങളായി താമസിക്കുന്ന കുടുംബമാണ് MK ബാബുവിൻ്റേത്. കൂലിവേല ചെയ്ത് ബാബുവിന് ലഭിക്കുന്ന തുകയായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രധാന വരുമാനം. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 28-ന് ജോലി കഴിഞ്ഞ് മടങ്ങവേ പെരുവാപ്പുഴയിൽ വഴുതി വീണ് ബാബു മരണപ്പെട്ടു. ബാബുവിന്റെ മരണത്തോടെ ഈ കുടുംബം അനാഥമായി. കഴിഞ്ഞ 2024 ആഗസ്റ്റ് 28-ന് അച്ഛൻ പണിക്ക് പോയ സമയത്ത് പുഴയിൽ കാല് വഴുതി വീണ് അപകടമുണ്ടായി. ഈ അവസരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ പദ്ധതിയായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഇവർക്ക് സഹായഹസ്തവുമായി എത്തുന്നത്. അച്ഛൻ വെറും 20 രൂപ ഒരു ഇൻഷുർ ചേർന്നു. നമ്മൾ അറിയില്ലായിരുന്നു, നമ്പർ വഴിയാണ് നമ്മൾ അറിഞ്ഞത്. അത് കഴിഞ്ഞ് എല്ലാം പിന്നെ ബാങ്കിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഉണ്ടെന്നെല്ലാം പറഞ്ഞു. പെട്ടെന്ന് തന്നെ 2 ലക്ഷത്തോളം രൂപ നമുക്ക് കയ്യിൽ കിട്ടി. നല്ലൊരു തുകയായിരുന്നു. നമ്മുടെ എല്ലാ ആവശ്യത്തിനു വേണ്ടി ഉപയോഗപ്പെട്ടു. ഒരു വർഷത്തേക്ക് വെറും 20 രൂപ അടച്ച് അംഗമാകാനാകുന്നതാണ് ഈ പദ്ധതി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയാണ് ലഭിക്കുക. എൻ്റെ ഭർത്താവ് ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 28-ാം തീയതി കാൽ വഴുതി പുഴയിൽ വീണ് മരണപ്പെട്ടു. ഭർത്താവിൻ്റെ മരണം എൻ്റെ കുടുംബത്തിന് വളരെ പ്രയാസമുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് കോളയാട് ഗ്രാമീൺ ബാങ്കിൽ EMSBI ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി എൻ്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടിയിരുന്നു. ആ സഹായം നമ്മുടെ കുടുംബത്തിന് ഒരു സഹായമായിരുന്നു. 2015 മെയ് 9-നാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി ആരംഭിച്ചത്. നാമമാത്രമായ പ്രീമിയം തുകയിലൂടെ പദ്ധതിയിൽ ചേരാനാവുന്നുവെന്നത് PMSBY എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ബാങ്കിൽ നിന്ന് ഓരോ വർഷവും 20 രൂപ ഓട്ടോ ഡെബിറ്റാകുകയും ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിലൂടെ ബാബുവിന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ലഭിച്ചതറിഞ്ഞതോടെ പ്രദേശത്തെ നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേർന്നു. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.